ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഓവനിലല്ല കേട്ടോ. ഇതിന് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്, സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഞാൻ തിളപ്പിച്ചിട്ട് ആറിയ പാലാണ് കേട്ടോ അത്. അപ്പം അതൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മൾ കുറച്ചൊരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദാ ഇതുപോലെ ഈ അളവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വല്ലാണ്ട് ലൂസ് ആവാൻ പാടില്ല. ദാ ഇതുപോലെ വരണം കേട്ടോ. അത് ശ്രദ്ധിക്കുക. വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല, തിക്കാവാനും പാടില്ല. ദാ ഇതുപോലെ ഇരിക്കണം. ഇനി ബാക്കിയുള്ള പാല് നമുക്ക് നീക്കി വെക്കാം കേട്ടോ. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അത് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഒന്ന് നമുക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി ബിസ്ക്കറ്റിൽ മധുരം ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആയിരിക്കും മധുരം. വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇതാ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ബബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് തട്ടി കൊടുക്കാം ഇതുപോലെ കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് സ്റ്റൗവില് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട്, ഇതിപ്പോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഇരുമ്പിന്റെ പാനാണ് കേട്ടോ. അത് എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ഇത് വയ്ക്കുന്നതിനേക്കാളും മുമ്പ് ഒന്ന് ചൂടാവണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് അത് 10 മിനിറ്റ് ചൂടായതിനു ശേഷം അതേ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ പാൻ വെച്ചു കൊടുക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള പാൻ വെച്ചു കൊടുക്കാം. ഒരു 35 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. 35 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതാ നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്ക് നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ളിൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അതിൽ ഫ്ലവർ കണ്ടില്ലേ നിങ്ങൾ? ആ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനും ഞാൻ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് അത് പകർത്തി വെക്കാം. നല്ല നൈസായിട്ട് പൊടിഞ്ഞോട്ടെ കേട്ടോ. ഞാൻ ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബാലൻസ് വെച്ചിരുന്ന പാലുണ്ടല്ലോ, മിൽക്ക്, അത് കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. അതിനേക്കാളും കുറച്ചും കൂടെ ലൂസ് ആവണം കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുക. പെട്ടെന്ന് അത് നന്നായിട്ട് കുറച്ച് പാല് മതി. അപ്പൊ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിൽ തടവിക്കോളൂ കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് വല്ലാണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. കണ്ടില്ലേ? ഈ പരുവത്തില് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് കയ്യിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. നമുക്ക് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതാ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ചെറിയ ഉരുളകൾ എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം.
ഇനി നമുക്ക് ഈ പലകയിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ വച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ നമ്മൾ പരത്തിയെടുത്തിട്ടില്ലേ, അത് അവിടെ ഒന്നിന്റെ മീതെ ഒന്നായിട്ട്, അതായത് പകുതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ. ഒരു 4 എണ്ണം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാ വെച്ചു കൊടുത്തതെന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ആ റോസിന്റെ ആ ഫ്ലവറിന്റെ ഷേപ്പ് വന്നില്ലേ? ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം അതിന്റെ ഇതളുകള്. ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്ര റോസ് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. അതുപോലെ ഇനി നമുക്ക് ആ കേക്ക് വെക്കാനായിട്ട് ഞാനിതേ ഒരു പ്ലേറ്റ് ആണ്, അതിൽ നമ്മുടെ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സാധാരണ പരന്ന പ്ലേറ്റ് എടുക്കുക, അതിൽ ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ടാവും. അപ്പൊ കേക്ക് നമുക്ക് ഇതിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയിട്ടുണ്ട് കേക്ക്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്കിതാ കുറച്ച് ബിസ്ക്കറ്റും കൂടെ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അത് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസാക്കിയിട്ട്, കുറച്ച് ലൂസാവാനേ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തപ്പോ റൗണ്ട് ആയിട്ടുള്ള ബോൾസ് കണ്ടില്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും നമുക്ക് അതിന് ചോക്ലേറ്റ് സോസ് പോലെ കണ്ടില്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന്റെ പരുവം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിന്റെ മീതെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കേക്കിന്റെ മീതെ. ഇതുപോലെ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയുള്ള നല്ലൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു എളുപ്പവിദ്യയിലാണ് കേട്ടോ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ആർക്കും ഉണ്ടാക്കാൻ പറ്റും ഇത്. വല്ലാണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോസ് ഇവിടെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോ 3 റോസാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമുക്കതൊരു സൈഡില് ഞാൻ വെച്ചു കൊടുക്കാണ്. നിങ്ങൾക്ക് എത്ര റോസ് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം. ചുറ്റും വെക്കണമെങ്കിൽ ചുറ്റും വെക്കാം. അതല്ല ഇതുപോലെ വെക്കണമെങ്കിൽ ഇതുപോലെ വെക്കാം. ഞാൻ 3 റോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 റോസും ഇതുപോലെ വെച്ചു കൊടുക്കാണ്. ഇനി നമുക്ക് ആ ചുറ്റും നിങ്ങളെ ബോൾസ് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കുട്ടി കുട്ടി ബോൾസ് ആയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ ചുറ്റും നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം നമ്മൾ ബിസ്ക്കറ്റ് തന്നെ ഉപയോഗിച്ച്, ബിസ്ക്കറ്റും പാലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ ബേക്കിംഗ് പൗഡർ മാത്രമാണ്. ഇതുപോലെ വെച്ചു കൊടുക്കുക. ചുറ്റും ഇതുപോലെ വെച്ചു കൊടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ചുറ്റും വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു കേക്കിന്റെ. നല്ലൊരു കേക്കാണ്. കുട്ടികൾക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
നമുക്കിനി അടുത്ത എപ്പിസോഡില് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.